ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത റഷ്യ യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ന് ടെലിഫോണിൽ ചർച്ച നടത്തുമെന്ന വാർത്ത റഷ്യ സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം യുക്രൈൻ അംഗീകരിച്ച വെടിനിർത്തൽ കരാർ റഷ്യയും അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ. വെടിനിർത്തൽ കരാറിനൊപ്പം വൈദ്യുതി നിലയങ്ങളുടെയും യുക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെയും നിയന്ത്രണവും ചർച്ചയുടെ ഭാഗമാകും. റഷ്യൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ കരാറിനെ അനുകൂലിക്കാനാവില്ലെന്ന പുടിന്റെ വാക്കുകളാണ് ആശങ്ക ഉണർത്തുന്ന ഘടകം. ചർച്ചയ്ക്ക് മുന്നോടിയായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗുഷ്കോ റഷ്യയുടെ പ്രധാന നിലപാടുകൾ വ്യക്തമാക്കി. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈനെ ചേർക്കാനുള്ള നീക്കം അനുവദിക്കില്ല. യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കാനുള്ള നീക്കവും റഷ്യ അംഗീകരിക്കില്ലെന്ന് ഗുഷ്കോ വ്യക്തമാക്കി. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സഖ്യകക്ഷികളുമായി പ്രതിരോധ സംവിധാനം ഏകോപിപ്പിക്കാൻ യുക്രൈൻ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. ഇതിനോടുള്ള റഷ്യയുടെ പ്രതികരണം വൈകിയ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് പുടിൻ ചർച്ച. യുക്രൈനിൽ ധാതു ഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകാമെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഈ സാമ്പത്തിക താൽപര്യവും ട്രംപിന്റെ ചർച്ചയിൽ പ്രതിഫലിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ഇതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യം വന്നാൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ 30-ലധികം രാജ്യങ്ങൾ സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയതും ട്രംപിനും പുടിനും ഒരുപോലെയുള്ള സന്ദേശമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, യുക്രൈൻ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഖേദപ്രകടനത്തിനൊക്കെ ശേഷമാണ് ഇങ്ങനെയൊരു ഡീൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും അത് യുക്രൈൻ അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും സംശയം എങ്ങനെ റഷ്യ ഇതിനോട് പ്രതികരിക്കുമെന്നതാണ്. ഇപ്പോൾ റഷ്യ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇങ്ങനെയൊരു സംസാരം നടക്കാൻ പോകുന്നു. അതായത് ഈ ഒരു യുദ്ധ സാഹചര്യം ഒഴിവാകും എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള വിമാനയാത്രക്കിടയിലാണ് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ ട്രംപ് കാര്യം വ്യക്തമാക്കിയത്. താൻ പുടിനുമായി സംസാരിക്കുന്നുണ്ട് അടുത്ത ദിവസം, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പിന്നീട് വിശദമാക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, നേരത്തെ ഈ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുകയും യുക്രൈൻ അത് അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ പോലും അതിൽ പ്രതികരിക്കാൻ റഷ്യ തയ്യാറായിരുന്നില്ല. ഇതിലെ നിർദ്ദേശങ്ങൾ പലതും യുക്രൈന് അനുകൂലമാണ് എന്നുള്ള പരാതിയാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ഈ ഘട്ടത്തിലാണ് ഈ ചർച്ചകളിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. പക്ഷെ നമുക്കറിയാം, ട്രംപും പുടിനുമായി വളരെ അടുത്ത സൗഹൃദവും ബന്ധവുമുണ്ട്. ഈ പ്രസിഡന്റ് ആയതിനു ശേഷം മുതൽ തന്നെ പല വിഷയങ്ങളിലും ഇവർ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നു. ഇതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. യുദ്ധം തുടരുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കാനായി എത്തും എന്ന കാര്യത്തിൽ. നമുക്കറിയാം, ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു. അതിനോട് ആദ്യഘട്ടത്തിലൊക്കെ പുടിൻ പ്രതികരിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ സമാധാനത്തിന്റെ വഴിയിലേക്ക് റഷ്യയും എത്തുന്നു എന്ന സൂചനകൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ട്രംപിനും ഇത് വളരെ അഭിമാന പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ ചൊവ്വാഴ്ച പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും പ്രഖ്യാപനം നടത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്നാണ് ട്രംപ് പറഞ്ഞത്. ഏതായാലും ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ആഴ്ച പുടിനുമായി നേരിട്ട് ചർച്ച നടത്തി റഷ്യയിലെത്തുകയും സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതിൽ 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് അനുകൂലമായി അല്ല ആ ഘട്ടത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ പുടിൻ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് ആശങ്ക നിലനിൽക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുടിൻ നേരത്തെ ഉള്ളതുപോലെ ഉറച്ചു നിന്നാൽ ഇത്തരം സമാധാന ചർച്ചകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വിശ്വാസത്തോടെ നോക്കാം ചർച്ചയിലേക്ക്. പുതിയ ഉപാധികളൊന്നുമില്ലാതെ ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഒരു മധ്യസ്ഥ ചർച്ച അത് സഫലമാകുമോ എന്നത് കാത്തിരുന്ന് കാണാം.